സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഇവിടുന്ന് ഇങ്ങോട്ട് വാ ഈ മാർക്കിൽ വാ, നമുക്ക് ഇവിടുന്ന് അടിക്കാൻ പറ്റും. വാ ചന്ദ്ര ഇറങ്ങുന്നു, അടിക്കുന്നു. മറീന ബീച്ച് ആ കണ്ട് ഇവിടെ ഉണ്ട് പറ്റും സ്റ്റാർട്ടഡായി എന്റെ അമ്മ എടാ പീഡി 10-20 പേരെന്തോ ഉണ്ട്. മാർക്കില് ഒരുപാട് വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഇപ്പൊ പേടി പിടിച്ചേണ്ട, ഒന്നും ചെയ്യണ്ട, ക്ലോസ് ആയിട്ട് അവരെ കൂടെ പോയാൽ കൂടെ പറഞ്ഞ അവരെ കൂടെ തന്നെ പോകും. കൂടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു വണ്ടിയിലേക്ക് കയറി ഇരുന്ന് വേണമെങ്കിൽ പോകും. ഡീമൻ കത്തിപ്പോയി. ഡീമൻ പോയി. പീഡിയെ പിറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ. ഞാൻ സംസാരിക്കാം പീഡിയായിട്ട്. ശരിയാ, വണ്ടി എടുത്താ 1-2 പറഞ്ഞു പോവാ. എടാ വന്ന് ഇടിക്കാടാ ഇവിടെ നിർത്തി ഇറങ്ങി കഴിഞ്ഞാ പിന്നെ ഇറങ്ങിയില്ല. ആദ്യത്തെ ഉന്നം പിടിക്കേണ്ടത്. എനിക്ക് നിങ്ങളുടെ കമന്റ് കാണത്തില്ല ഗൈസ്. ഞാൻ കമന്റ് എന്റെ ഫോൺ ഐപാഡ് ഓഫ് ആയിപ്പോയി. ഞാൻ സിറ്റുവേഷൻ കണ്ടെന്ന് പുറകിന്ന് വരുന്ന ഓരോ പോലീസ് വണ്ടിയും അയ്യോ ഇവിടെ വേറെ ആരാണ്? ഇവിടെ ഒരു വണ്ടി, ഇവൻ കത്തി നിൽക്കുവോ ഇവൻ? പറയാം സാറേ. ഞാൻ പറഞ്ഞ ഇതിനെ പിടി, അത് ആർമോഡ് വണ്ടി. ഒരു വണ്ടി പിടി, ട്രക്കിന്റെ മേലെ കണ്ണു വേണം. എങ്ങോട്ടാ പോണെന്ന്? ട്രക്ക് ഒത്തിരി ഫ്രണ്ടിൽ പോയി. ഇവന്മാർ ഒത്തിരി ഫ്രണ്ടിലെത്തി. ഇവിടെ വാ. ഞാൻ പറഞ്ഞ കോള് ആർമോഡ് ട്രക്കിന്റെ പുറകിൽ ട്രക്കിന്റെ ഏതാ കോലമള്ളി? സാറേ ഒരു മിനിറ്റ്, നമ്മൾ ടയർ അടിച്ച് ഓടിച്ചോളാണേ. അത് ഭയങ്കര പവർ. മറിഞ്ഞു വണ്ടി. ഇവിടെ വണ്ടിയെ പിടിച്ച് അണ്ണ ഇവിടെ നമ്മള് പറഞ്ഞാലും പ്രശ്നമില്ല. നൂന്നില്ല വണ്ടി. റൈറ്റ് നൂരണ്ടേ വണ്ടി. വണ്ടി കിട്ടിയോ? ട്രക്ക് ഇവിടെ പെട്ട് കിടക്കാണ്. ട്രക്ക് ഇതിനകത്ത് ഫെൻസിനകത്ത്. വണ്ടി നമ്മളെടുക്കാം സാറേ. നമ്മളെടുക്കാം. ഹലോ ഇതെന്താ വണ്ടി പോകത്തെ? അല്ല അത് എനിക്ക് അവിടെ ഇതൊന്നും കാണിച്ചില്ല. മണ്ടക്കോട് കയറണോടാ. എനിക്ക് വെയിറ്റ് ചെയ്തില്ല അവിടെ ചന്ദ്ര. ഇത് അങ്ങനെ കേറൂല ഈ വണ്ടി. ഇത് ഫ്ലിപ്പ് ആവും. ഇത് അങ്ങനെ കേറൂലടാ ഈ വണ്ടി. ഇല്ല ഇവിടെ വണ്ടി പറഞ്ഞു. അവൻ പോണ നോക്ക്. വിട്ടു പോണേ ഫ്രണ്ടിൽ. ഇവിടെ വാ. അത്ര ഇടിച്ച് കായലിടും മള്ളി. ഇവന്മാർ ബാക്കിൽ വന്ന് നമ്മളെ ഇടിക്കുവാ. വേറെന്തി ട്രക്കിന്റെ മാർക്ക് ട്രക്ക് മാർക്കട്ടെ.
ഓ ഏതാ ബാക്കിലുള്ള ഒരു മാർക്കിടല്ലേ ട്രക്ക് മാത്രം മാർക്കിടേ പിന്നെ വീലെല്ലാം പൊട്ടി വാ വാ അടിച്ചേ വാ വന്നേ സാർ തിരക്ക പിന്നെ വരാം എടാ എല്ലാരും എന്റെ അമ്മോ സെയിം സ്ഥലത്തുണ്ട് ഇടിച്ചൻ കള നമ്മുടെ ബാക്കിയോട് ഒരു വണ്ടി ഇരുന്നുണ്ട് നമ്മൾ സ്പ്ലിറ്റ് ആവുന്നുണ്ടടാ പിങ്ങിട്ടോ നീല പിങ്ങിട്ടോ നമ്മുടെ ഫ്രണ്ടേ പോകുന്ന വണ്ടി പിങ്ങിട്ട് തന്നെ പൊക്കോ അത് നമുക്ക് പുറകെ വന്നോളാം എടാ കേറ് കേറ് ഇതറിയാന്നുള്ളതുകൊണ്ട് ഞാൻ വണ്ടി ഇറങ്ങാത്തത് ട്രക്ക് നല്ല ഫ്രണ്ടിൽ പോയി ഞങ്ങളുണ്ട് ഞങ്ങൾ എടുത്തോട്ട് വെട്ടത്ത് വരും ഇവിടെ കളിക്കുമ്പോ പിക്ക് പിക്ക് പെട്ടെന്ന് ചന്ദ്ര നീ വണ്ടിക്കകത്തിരുന്ന വണ്ടോന്ന് പറയണേ ഈ വണ്ടി സ്റ്റക്കാടാ താങ്ക് യു സാർ താങ്ക് യു ഈ പിഴ വണ്ടി എന്താണ് ഇങ്ങനെ വണ്ടിനുള്ളിലിട്ട് ആരെങ്കിലും വണ്ടിനുള്ളിലിട്ട ക്യാൻ അടങ്ങി മല്ലി ഒന്നുകൊണ്ട് പിടിക്കണം നിങ്ങളൊക്കെ എവിടെ വീഡിയോ തന്തയില്ലാത്ത വീഡിയോ ചെയ്ത് കൊന്നേ കുട്ടച്ചികള് ട്രക്ക് പിങ് ചെയ്യുന്നുണ്ടേ എന്നെ പിക്കാൻ വരാമോ വീഡിയോ വണ്ടി മാർക്കറ്റ് വീഡിയോ ഇറങ്ങി നിൽക്കുന്ന മാർക്ക് നോക്ക് ഇറങ്ങി നിൽക്കുന്ന അവിടെ ഇറങ്ങി നിൽക്കുന്ന മന്ദരം നീ തന്നെ അടിയാ മന്ദരം അടി മന്ദരം പെണ്ണുള്ള നിങ്ങൾ എന്തൊരു അലപ്പാ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഒന്ന് കാമായിക്ക് ഞാൻ ഒന്ന് കമന്റ് എടുത്തോട്ടെ ഗൈസ് എന്തൊക്കെയാണോ ഇന്ന് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര അലപ്പാണ് ഭയങ്കര ബാബു ചത്ത ബാബു മരിച്ചേട്ടാ ഞാൻ ആദ്യമേ ഉണ്ടായിരിക്കുന്നുണ്ട് ഫ്യൂൽ ക്യാൻ മേടിച്ചോണ്ട് ഒരു ആരെയും അടുത്തുള്ള പമ്പ് ഒരു വണ്ടി സ്ക്രീനിങ് കാണുന്നില്ല ഒരു അവിടെ മൂലക്ക് കയറിയിരിക്കുന്ന ഐപാഡ് മണി പോലില്ല സാറേ നിങ്ങൾ എത്ര പീടിയുണ്ട് സാറേ ഇവരുടെ വണ്ടി ഇടിച്ച് കളിക്കരുത് അത് ഇടിച്ച് കളിച്ചിട്ട് കാര്യമില്ല അവര് നമുക്ക് നമ്മുടെ വണ്ടി ഫ്യൂവൽ അടിക്കാൻ എന്റെ ഫ്യൂവൽ ഇല്ല എന്ത് ചെയ്യാൻ പറ്റും അടിച്ച് അതാ ഞാൻ പറഞ്ഞേ എടാ ഫ്യൂവൽ ഉണ്ടോടാ കയ്യില് ചന്ദ്ര വന്നിടിച്ച് ഫ്യൂവൽ ഉണ്ടോടാ അതൊന്ന് അടിച്ചിട്ട് വണ്ടി അത് അങ്ങനെ ഒരു ഇറക്കലാണ് ആരെടുത്തും നമ്മളെ സാധനം ഉള്ളപ്പോ ഫ്രീ വണ്ടി പിടിച്ചിട്ട് വാടാ ഫ്രീ വണ്ടി പിടിച്ചിട്ട് വാ നിനക്ക് ഞാൻ തരാടാ കേട്ടോ അടിച്ച് നിന്നെ എന്താ നോക്കണേ അവന്റെ ട്രക്ക് കൊമ്പത്തിരുന്നിട്ട് ഈ ടയർ അടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് നമ്മുടെ ബാക്കപ്പ് അടിക്കാൻ പറ്റൂല ഒരു സൈഡേ പൊട്ടിയിട്ടുള്ള ടയർ മറ്റേ സൈഡ് ഉണ്ട് അതാണ് ഇത് ഓടുന്നത് ഇങ്ങനെ ഇടുന്നത് മറ്റേ ടയറിലെ ടയറോടെ പൊട്ടിക്കണേ എന്നാലും ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും റിപ്പയർ ഗൈസ് ഹോൾഡ് സമയത്ത് വണ്ടി ഒന്നും എടുക്കാൻ പറ്റൂല ഇല്ല എടാ ചന്ദ്ര ഫ്യൂവല് കൂടിയില്ലടാ ചന്ദ്ര ഫ്യൂവല് കൂടിയിട്ടില്ല
ഞാനല്ലേ ഓടിക്കേണ്ട അണ്ണ എന്തിനാ കേറിയേ? നീ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷമല്ലടാ ശിഖ ഞാൻ കേറിയത്. നീ എന്റെ ഫ്യൂല് തന്നാ ഒരു ഉപയോഗമില്ല. കാരണം അവരുടെ വണ്ടി സ്ട്രോങ് ആണെന്ന് അവർക്ക് അറിയാം, അതുകൊണ്ടാണ് അവർ എടാ നീയേ കരയാതെ കളി വില്ലു മോനെ കിട്ടിയാ കളി നീ വെള്ളം കുടിച്ചോളാം. എടാ ഡീമ ഒന്ന് മാർക്ക് ചെയ്യ, നീ എവിടെ എടാ ഒരു കാര്യം ചെയ്യ്, നീ അഡ്മിൻ ഹെൽപ്പ് ഇട്ടിട്ട് ഇത് ചെയ്യാൻ പറ. ബാബു ഹോൾഡ് ഇട്ടല്ലേ ബാബു, ഫസ്റ്റ് വാണിംഗ് മൂവ് ചെയ്യല്ലേ, മൂവ് ചെയ്ത് ഞാൻ നിന്റെ അടുത്താടാ പറഞ്ഞ ബാബു, അതിന് അവന്റെ ഇവിടുന്ന് മാറ്റാൻ പറ്റും, ഇവിടുന്ന് മാറാൻ പറയും നമുക്ക്. അപ്പൊ നിന്റെ അടുത്ത് വരാം. ഒരു കാര്യം ചെയ്തു ഞാൻ പറഞ്ഞു, രണ്ട് ടീമിന്റെ രണ്ട് സ്ഥലത്തോട്ട് അപ്പൊ ടീമിനെ പോയി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് തമ്പുരാൻ. ഡെസ്ട്രോ തിരിച്ചു വന്നോ? ഡെസ്ട്രോ തിരിച്ചു കയറ്റിയായിരുന്നു. നിങ്ങളുടെ ടീമിന് ഇവിടെ നിന്ന് മൂവ് ചെയ്യല്ലേ, പീഡിന് ഇവിടെ നിന്ന് 2 പോസ്റ്റുകൾ അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം നിങ്ങളുടെ സൈഡിൽ നിന്ന് മൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. ചന്ദ്ര അകത്ത് കേറാളിയാ. കേക്കാവോ? ഈകളെ കേക്കാവോ? ബ്രോ ഞാൻ അഡ്മിൻ ആണ് ചന്ദ്ര. അല്ല സിറ്റിയല്ലേ ഇത്, സിറ്റിയല്ലേ? ഞാൻ അഡ്മിൻ ആണ്. പൊന്നെ ബാബു ചന്ദ്ര ഡ്രീമറെ മിണ്ടായിരടാ. പക്ഷെ ഇവരെ കൊണ്ട് റിപ്പയർ ചെയ്യിപ്പിക്കല്ലേ ഞങ്ങള്? റിപ്പയർ ചെയ്യിപ്പിക്കില്ല. എടാ അവര് റിപ്പയർ ചെയ്യാൻ നോക്കോ, പറഞ്ഞ പോസ്റ്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കോ. അവര് റിപ്പയർ ചെയ്യത്തില്ല, അവർ ആ പോസ്റ്റിൽ അഗ്രിഗേറ്റ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ഇടും. അപ്പൊ നിങ്ങൾക്ക് തുടങ്ങാം, അവർക്കും തുടങ്ങാം. നിങ്ങളുടെ പ്ലേസിൽ മൂവ് ചെയ്യില്ലെന്ന് പറയണേ. ഇല്ല പറ്റും. നമ്മുടെ ആരും മൂവ് ചെയ്യലടാ ട്രക്കിന്റെ പുറകെ. എല്ലാരുടെ അടുത്തും ഇവിടെ വന്ന് കുത്താൻ പറ, നിന്റെ അടുത്ത് വന്ന് കുത്താൻ പറ വരുന്നത്. എടാ എല്ലാരും ഇത് ഇവിടെ വാ എന്റെ അടുത്ത് വാ. പിന്നെ ചെയ്തോണം കേട്ടോ. നിങ്ങൾ ടയർ അടിച്ച് പൊട്ടി, നിങ്ങൾ എന്തിനാ ഇടിച്ചു കളിക്കുന്ന അവരുടെ വണ്ടികളുടെ കൂടെ? അത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല വണ്ടിയുടെ കൂടെ. എടാ അവര് റെഡിയാണോന്ന് ചോദിച്ചു, ഫീഡ് റെഡിയാണോന്ന് ചോദിച്ചു. നമ്മള് വിചാരിച്ചല്ലോ ആൾക്കാർ കൂടുതലുണ്ടാ അവര്. അതല്ലേ നിന്നോട് വാണപ്പ സീരിയസ് ആയിട്ട് കളിക്കുന്ന ഇത്രയും നേരമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇപ്പഴല്ലേ മനസ്സിലായത് 15 ഉണ്ടെന്ന് കളിക്കാൻ. റെഡിയാണെങ്കിൽ റെഡിയാണെന്നിട്ട് പരുന്ത് കൺഫ്യൂഷൻ ആവുന്നത്. ഈകളെ പ്ലീസ് ചന്ദ്ര പ്ലീസ് കാല് പിടിക്കാൻ എന്നെ കൊല്ലരുത്. റെഡിയാണെങ്കിൽ കിട്ടോ, നമ്മള് റെഡിയാണെങ്കിൽ കിട്ടോ. 3 വണ്ടിയുള്ളല്ലോ ഇവിടെ. ഏത് പേര്? റേഡിയോക്കകത്ത് കുറെ എണ്ണം കിടന്ന അലക്കി. ഞാൻ ഒരു കാര്യം പറയട്ടെ, 2 പേരെടുത്ത് വേണേ. മറ്റേ ചീപ്പ് A ക്ലാസ് കോമഡികൾ അടിച്ചോണ്ടിരിക്കുകയല്ലേ എന്റെ ഇടയ്ക്ക്. ഞാൻ തൂറി വായിക്കാത്തത്. പ്രചോദനം തന്നെയാണ്, തന്നെയാണ് നമ്മൾ തന്നെ സിറ്റുവേഷന്റെ ഇടയ്ക്ക്. ഇത് തോറ്റ് ബാബുക്കാണ് കളിക്കുന്നത്. നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിയിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് എങ്ങനെ കളിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ ചന്ദ്ര, ഇത് തോക്കണം. അന്നേരം നിന്റെയൊക്കെ ഈ കുഞ്ഞുകളി ഈ ഓവർ കോൺഫിഡൻസ് മാറുള്ളൂ. ഉറപ്പ് ഇത് തോക്കണം. ഇത് തോക്കുമ്പോ കഴിയങ്ങ് മാറും. അങ്ങനെ പ്രാവല്ലേ മനസ്സിരുത്തിയത്. അവിടെ കുറെ കൊണ്ടുള്ള നിന്നെ തെറി വിളിക്കും. ഹെൽമെറ്റ് ഇല്ലാതെ കളിക്കുന്ന മള്ളി അഹങ്കാരം കണ്ടോണേ അവന്റെയൊക്കെ അഹങ്കാരം. തലേ തുണിയിട്ട് ഒരുത്താൻ കളിക്കുന്നത്. എടാ ഒന്ന് റീഫ്രഷ് സ്കിൻ അടിച്ച ബാബു ഇറങ്ങിട്ട്. ചന്ദ്ര മാറിയടാ ട്രെയിൻ സീറ്റിൽ നിന്ന്. ഓ അണ്ണാ അതെങ്ങനെയാ ഒരു സെക്കൻഡ്, നിങ്ങൾ 3 വണ്ടിയുള്ള ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറാ. എല്ലാരുടെ അടുത്തും ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞില്ലേ. പെട്രോൾ അടിക്കാൻ മന്ത്രിയാ
ഇവിടെ പിക്ക് ചെയ്യാൻ പോവാൻ പറ്റൂല ഉമ്മടി അടിക്കില്ലെന്ന് പറയടാ ഞാൻ എന്ത് ചെയ്യാനാണ് എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോടാ ടിവിയിലെ ബാക്കി വണ്ടികളെല്ലാം എന്ത് ചെയ്യണം ഞങ്ങളൊരു മാർക്ക് ഇട്ടായിരുന്നു 4 വണ്ടിയല്ലേ ഇവിടെ ഉള്ളൂ 2 വണ്ടി എന്ത് ചെയ്യടാ ഞാൻ കത്തിപ്പോയിട്ട് ഇല്ല പിക്ക് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഓൺ ദ വേ ചെയ്തോളൂ ഞാൻ പറഞ്ഞതാണ് അഡ്മിൻ POV ഉണ്ടെന്നാ അഡ്മിൻ വന്ന് പറഞ്ഞേ ബാക്കിയുള്ള വണ്ടി എന്ത് ചെയ്യടാ 2 വണ്ടി ഒന്ന് റെസ്പോണ്ട് ചെയ്തേ പ്ലീസ് ഡ്രൈവേഴ്സ് ആരാ എനിക്ക് അറിഞ്ഞൂടാ ഇന്ന് എന്താണെന്ന് ഇന്ന് എന്തൊരു ശോകത്തില് കളിക്കുന്ന ഇന്ന് എടാ ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയട്ടെ അളിയ നീ ഇത് തമാശയാക്കലടാ ഇനി ഇത് ഭയങ്കര വേഴ്സാവും അളിയാ മന്ദാരത്തിന് ഭയങ്കര അവന് ഭയങ്കര കുഞ്ഞളി അവന് ആവശ്യമില്ല റേഡിയോ കിടന്ന് അലക്കല്ലടാ ഇനി തൊട്ട് ഇപ്പൊ തൊട്ട് ഞാൻ ഉള്ള കാര്യം പറയണേ മര്യാദക്ക് കളിക്കണേ 4 വണ്ടി ബാക്കി 2 വണ്ടിയുടെ ഉണ്ട് ഈ 2 വണ്ടിയുടെ വരാനുണ്ട് 2 വണ്ടി എന്ത് ചെയ്യാല് ഒരു വണ്ടിയുടെ വരാനുണ്ടല്ലോ ഒരു വണ്ടി എടാ ഈ സമയത്ത് അതിന് പോകരുതെന്നാണ് അവര് പറഞ്ഞത് മനസ്സിലായ നിങ്ങൾ ചാറ്റിലൊന്ന് ചില്ലാവുക അവര് സെറ്റ് ആക്കാൻ ഒരു വണ്ടി വഴിയിൽ സ്പീഡിൽ വരുന്നുണ്ട് എടാ നിങ്ങൾ റെഡി ആയാടാ ഒരു വണ്ടി വരണം ഞങ്ങളെ 3 ഒറ്റ വണ്ടി വണ്ടി ആ വണ്ടി ഇവിടെ 5 വണ്ടി ഇല്ലേ ഇപ്പം നാലുള്ള ആഗ്രഹമുണ്ട് പക്ഷെ കേൾക്കുന്നില്ല 5 വണ്ടി ഉണ്ടല്ലോ ഇവിടെ പക്ഷെ അലപ്പാണ് വന്നു റെഡി നിങ്ങൾ 6 റെഡിയായല്ലോ അണ്ണാ റെഡി അല്ലേ കൺസൈൻമെന്റ് ചെയ്തോ റെസ്യൂം കിട്ടോ അണ്ണാ പറഞ്ഞു തന്നെ നീലം വരെ കോൾ നിർത്തി നീലം പറഞ്ഞ നീലിന്റെ വായിക്കാത്ത കൈയിട്ട് എനിക്ക് കോളാക്കാൻ പറ്റുമോ എല്ലാരും വിചാരിക്കണം ഞാൻ ഇത് തുടക്കത്തോടെ ഞാൻ സീരിയസ് ആയിട്ട് കളിച്ചോണ്ടിരിക്കണേ തള്ളല്ലേ ഞാൻ പറഞ്ഞേക്ക് അവിടെ മേളിൽ ഓൾറെഡി ആളുണ്ട് മനസ്സിലായി അവന്മാര് നമ്മളെ ഇറങ്ങി ടയർ പൊട്ടിക്കാനായിരിക്കും നോക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി ലോങ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും റൈറ്റ് കറങ്ങി റൊട്ടേറ്റ് ചെയ്യും മനസ്സിലായി അവന്മാർ അതെയാണ് വെയിറ്റ് ചെയ്യുന്നത് റൈറ്റ് വഴി റൊട്ടേറ്റ് ചെയ്യും ട്രാൻസ്പോർട്ട് നിൽക്കുന്നുണ്ടാ അങ്ങനെ റസ്യമൊക്കെ ഇട്ടറാ ഈ കുന്ന വണ്ടി ഒരിടത്തും കേറൂല അളിയാ ഒരിടത്തും നീ ഇത് കേട്ടി നോക്കല്ലെങ്കിൽ ഈ വണ്ടി ഇത് കണ്ട ഇവിടെ ഇവിടെ ഒരു കല്ല് പോലെ സാധനം ഇത് കണ്ടോ പിന്നെ ഈ വണ്ടി ടയർ അടിച്ചു പിടിച്ചോളാം ബാബാ എല്ലാ പിക്കൊന്നുമില്ല അമ്മരൊക്കെ ഇറങ്ങി പോയി എന്ത് ആ വണ്ടിയിലൊന്നും ആരുമില്ല ഞാൻ ഇറങ്ങിയില്ലേ റേഡിയോ കോൾ ഇറങ്ങി എനിക്കറിയാം കളിക്കാൻ പറയും ഞങ്ങൾ കളിച്ചോളാം കുത്തി നീ നേരം നിന്റെയൊക്കെ പഠിപ്പീര് മുമ്പിക്കൊണ്ട് കളിക്കാൻ ഞാനെടുക്ക നീ കുന്നേ നീ വന്നിട്ട് കീബോർഡ് ഞെക്കിയിരുന്നു മുമ്പ് ഓരോ പുണ്ടച്ചുകൾ വന്നിട്ടിരിക്കും അവന്റെയൊക്കെ പഠിപ്പീര് വേറെ ഏതെങ്കിലും ചാരിപ്പോയി പഠിപ്പിക്കണ കുന്നേ ഞാൻ ഇങ്ങനെ കളിക്കുന്നുള്ളൂ എവിടെയാണ് മാർക്കറ്റ് ജസ്റ്റ് ഫ്രണ്ടിലാണോ ഈ വണ്ടി ടയർ ഇറങ്ങി ടയർ പൊട്ടുന്നില്ല ഇവിടുന്ന് ഗട്ടറൊക്കെ ഈ റോഡില് ഓ ഈ റോഡ് അങ്ങനെ അണ്ണ ഇവിടെ നിർത്താം അണ്ണ ഇവിടെ കുത്ത് അണ്ണ ഇവിടെ കുത്ത് അടിക്കാൻ പോ ചില ഒരു കോള് വെക്കോ ഞങ്ങൾ ഇവന്മാരുടെ ബാക്കിലുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പുഷ് ചെയ്ത് ഞങ്ങൾ ബാക്കിൽ നിന്ന് അടിച്ചു തരാം ഞങ്ങൾ ഇവിടെ ബാക്കിൽ നിന്നോട് ഇറങ്ങാൻ പറ
ഹലോ നിങ്ങളെ കൂടെ കൊണ്ടുപോയി നമ്മളെ കൊണ്ട് ആ മുകളിൽ ടീമിന് വേണ്ടി കിടക്കുന്നത് ജുഗുറു ഞങ്ങളെ കൂടെ കൊണ്ടുപോടാം എടാ ഈ മല വന്ന് കുത്താവോ മാർക്ക് നോക്കാം മല കുത്തി തരാമോ മല അണ്ണാ ഈ ലെഫ്റ്റ് എടാ ട്രക്ക് നോക്കിയായിരുന്നോ? ട്രക്ക് എന്ത് എവിടെ നോക്കിയായിരുന്നോ? മല കുത്തി അടിക്കാവോ അല്ല ട്രക്ക് എവിടെ നോക്കിയായിരുന്നോ നീല? മല അതെ ഈ മോളിലുണ്ടേ ഇവന്മാര്. കണ്ട് ട്രക്ക് മിക്സിംഗ് ആണല്ലോ. ഇതിന്റെ വണ്ടി കണ്ടിയല്ലോ. അവനെ പണ്ണ് അവനെ കളി അവനെ അണ്ണാ അവിടെ ഫ്രണ്ടിലടി. അവരടിച്ചോളൂ. ട്രക്ക് നോക്കിയാലും എനിക്ക് ഇവനെ മതി. അടിക്കുമ്പോ മാറിക്കളയുന്നോടാ. ഇവനെ അടിക്കാൻ നീ ഇങ്ങോട്ട് വാ. നിന്റെ കാക്കി ഊരി അടിക്കുന്നില്ലേ വാ. അണ്ണാ ഇവിടുന്ന് കുത്തിയണ്ണ ഇവനെ അടിക്കാൻ നമുക്ക് ഒന്ന് രണ്ട് പറയാം. എടാ വീഡിയോ ചെയ്യുന്നോടാ. പിടിമല്ലേ അവനെ പിടിക്കേ. എടാ അവന്റെ കാക്കി ഊരി പ്ലാച്ചാൻ പോണേ ഞാൻ. ഇരിക്കാൻ വരുമ്പോ മാറിക്കളയാ. വണ്ടി ഇടിച്ചിട്ട് കാര്യമല്ല എന്റെ അണ്ണ. എടാ അവര് ബൈഫൂട്ട് കളിക്കുന്നു ചന്ദ്ര. നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും പിള്ളേര് ബൈഫൂട്ട് നിൽക്കുമല്ലേ. നിനക്ക് പിക്ക് വേണോ? നീ ഇറങ്ങി അടിയവനെ. ഏതാ ഞാൻ ഇടിച്ചു പോയി. ഞാൻ അറിയാതെ പോയി. എന്നാണ് നടുക്കിറക്കി വിട്. ഞാൻ വെയിറ്റ് കിഡിലോട്ട് വെയിറ്റ് ചെയ്ത് തരാം. എനിക്ക് അവനെ വേണോടാ. എനിക്ക് അവനെ വേണം. ഓക്കെ ചന്ദ്ര ഞങ്ങൾ പോണേ. ബൈ. നമ്മുടെ ഉദ്ദേശിച്ച ട്രക്ക് പിടിക്കലില്ലേ? എനിക്കറിഞ്ഞൂടാ ബാബു. അവര് ലൊക്കേഷനിൽ എത്തിന്നാണ് പറഞ്ഞത്. ട്രക്ക് വിടറാ. എടാ ഞാൻ കാര്യം ചെയ്യാം. ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് ട്രക്ക് എന്ത് ചെയ്യാൻ നോക്കാൻ പോണേ. ബാബു ഞാൻ പറഞ്ഞത് നമുക്ക് നേരെ ഗ്യാങ്സ് പോകാൻ മള്ളി. ഇവിടെ കഴിഞ്ഞ പരിപാടി. എനിക്കൊന്നും വെടിമൂന്ന് വെക്കാൻ പറ്റിയില്ല. മള്ളി ഇവന്മാര് ഇവിടെ പോലീസുകാർ നമ്മളെ മണ്ടന്മാരായി മള്ളി. സത്യം. മൂന്ന് പെട്ടി വണ്ടി ഓരോരുത്തർ ഇട്ട് തന്നിട്ട് അവന്മാര് സാധനം കൊണ്ട് പോയി. ഇപ്പം നമ്മുടെ ആൾക്കാരെയും ട്രക്കും അവരുടെ വണ്ടി എല്ലാം മിസ്സിംഗ് ആയി. ട്രക്ക് ഇവനപ്പൊ ട്രക്ക് വേണ്ടേ? ഈ സെന്ററിൽ അടിക്കണം മള്ളി. ഒന്നും അവനെ പ്ലാൻ അതാ ഇവരുടെ പ്ലാൻ അതാ. അതായത് ഇവന്മാര് നമ്മളിങ്ങനെ വെയിറ്റ് ഇട്ട് ഓടിച്ചോണ്ടിരിക്കും. ട്രക്ക് നോക്കാം. ഇവനെ വിട്ടാലോ ട്രക്ക് നോക്കാം. നമ്മള് കുറെ നേരിട്ട് പറയുന്നേ. ഇവന് കുറച്ചേരം സമയം കൊടുത്ത് ഇവൻ തന്നെ അങ്ങോട്ട് പോകും. എങ്ങോട്ടാ പോകുന്നത് ആ രീതിയിൽ നിങ്ങൾ ട്രക്ക് പിടിക്കേ. ഞാനും കൂടെ ബാക്കിയുള്ളൊരു സ്പ്ലിറ്റ് ആയിട്ട് പോയി ഇവന്മാരെ അടിക്കാൻ പോകും. ഇത് ലാസ്റ്റ് എവിടേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് ബാബു നമുക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞ് ഗ്യാങ്കോസിൽ പോയിരിക്കാം. ഞാൻ ഇവരുടെ കൂടെ പോയി നിൽക്കാൻ കേട്ടോ. ഒരുത്തും പോണു ലെഫ്റ്റില്. ആ അത് നമ്മളെ കളയല്ലേ. അതെന്നാ അതിന്റെ പുറകെ പോ. കൺസൈൻമെന്റ് എവിടെ തീരുന്നെന്ന് ഓർമ്മയില്ലടാ. എവിടാ പറഞ്ഞു ഇതേതോ നമ്മളെ പോലെ വഴി അറിയാത്ത ഏതോ പൊട്ടനാ വണ്ടി ഓടിക്കുന്നേ. നമ്മൾ അവന്റെ പുറകെ പോകുന്നില്ലേ. ഓ എന്റെ കൺസൈൻമെന്റ് എവിടെ എത്തിയെന്ന് ഞാൻ ചോദിച്ചതായിരുന്നേ. ഇതോ മിസ്സായി. അതെങ്കിൽ അത് മിസ്സായ വീട്ടിൽ പോലും കിടക്കാൻ പറ്റൂല. ഇറക്കിയോട് രാത്രി
ഇല്ലേ രാവിലെ കവറിൽ എന്നെ വെട്ടി വിടേണ്ടി വരും. എന്തിരിക്കും എടാ നമ്മൾ എങ്ങോട്ടാ പോണേന്ന് അറിയോ ആർക്കേലും? പീഡിക്കാരന്മാർക്ക് അറ്റ്ലീസ്റ്റ് എവിടെ എത്തിയെങ്കിലും പറഞ്ഞോളൂ. അവിടെ തന്നെ ആ സൈഡ് തന്നെ കറങ്ങടാ മന്ദാരം. ആ സൈഡ് തന്നെ വരും മിക്കവാറും. ഇത് മറ്റേ ദൈവം സ്റ്റോപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് വേറെ പ്ലാനറ്റ് വേറെ റൂട്ടിൽ കൊണ്ടുപോയി. ഏതൊരു മേട് വഴി പറന്നുപോയി. നമ്മളെന്തിനാ പോകുന്ന പള്ളി? കാടൊക്കെ കേറി നോക്കാനുള്ള കോള് വന്നു. നമ്മളത് ചെയ്തു പറഞ്ഞാൽ നീ കേട്ടത് ശരിയാ. കാടലേക്ക് വരുന്ന കൊമ്പനെ കണ്ടത് ശരിയാ. നമുക്ക് ഇനി പെട്രോൾ അടിക്കാനൊക്കെ പോവാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളീ വണ്ടി എങ്ങനെ നേരെ ആക്കുന്നതാണ്. ഇത്തിരി നേരം ഒരുത്തന്റെ പുറകെ അവ എവിടെ നിപ്പ അറിയാവോ? ഇത് ഈ കല്ലൊക്കെ ആരാ ഇവിടെ വെച്ചിരിക്കണേ? ഇനി എന്നെ ഗാങ്മെന്റ് ഹാൻഡ്ലിങ് മാറ്റാൻ പറയണ കേട്ടോ. നമുക്ക് ഓട്ടിക്കാൻ പറ്റുന്നൊരു ഹാൻഡ്ലിങ് പറയണം, അല്ലാതെ വണ്ടിക്ക് അനുസരിച്ചുള്ള ഓട്ടിക്കൽ നമുക്ക് പറ്റൂല. ഞാൻ ഒരു കാര്യം പാലത്തിനപ്പുറത്ത് വെയിറ്റ് ചെയ്യാം. എല്ലാ സ്ഥലവും നോക്കി. എടാ ഈ ഇത് പുതിയ സ്ഥലത്ത് തന്നെ ഉണ്ടാവുള്ളൂ, അത് പാലത്തിന്റെ ഇപ്പുറത്ത് ഉണ്ടാവില്ലല്ലോ. ഇവിടെ തന്നെ ദൈവത്തിനെ വിളിക്കട്ടെ, കൺസൈൻമെന്റിന്റെ വണ്ടി കാണാൻ പറ്റുന്നില്ല, ബഗ്ഗായി പറയട്ടെ. അപ്പൊ ഒരു ലൊക്കേഷൻ പറഞ്ഞു കാണാമെന്ന് ചോദിച്ചിട്ടേ. അവന്മാർക്ക് റിപ്പയറും ഫ്യൂലൊക്കെ ചെയ്യണോ? ഒരു ഫീലും വേണ്ട, ഒരു സാധനം വേണ്ട. ട്രാക്ക്, ഗുഹ, അങ്ങനത്തെ സ്ഥലങ്ങൾ ഇവിടെ മറ്റേ ഗുഹയും അവിടെ ഉണ്ട് അവര്. ഉറപ്പാണോ? 100%. അവിടെ ആളുണ്ടെങ്കിൽ പിന്നെ എന്നെ മെറ്റാന്ന് പറയില്ലേ? ഇതൊരു ഇതെന്താ പീഡിയുടെ ആണോ? ഇതെന്താ? എന്ത് ട്രൈ ഹാർഡ് ഇതൊക്കെ എന്ത് മൈരാണിത്? എടാ നമ്മളെ മിസ് ചെയ്തതാണ് ആ ട്രക്ക്. ചില്ല വീട് അങ്ങനെ ചോദിക്കാൻ പറ്റില്ലടാ. പീഡി ലൊക്കേഷൻ ഒന്നും ചോദിക്കാൻ പറ്റില്ല. അവരുടെ ഒബ്ജക്റ്റീവ് തന്നെ അത് നമ്മളെ ഐഡി കൊണ്ടുപോകുന്നുള്ളതാണ്. എടാ ഇത് സത്യം പറഞ്ഞ സ്റ്റാർട്ടിംഗ് പോയിന്റാ ബാബു. ഇത് ഇവിടുന്നാ തുടങ്ങിയത്. എടാ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പീഡി വണ്ടി, റിപ്പയറിംഗ്. ഒരു വണ്ടി കണ്ട് ട്രക്കാ വേണ്ടേ നമുക്ക്? എടാ ബാബു കേറി. എല്ലാം സ്പ്ലിറ്റ് ആണെന്ന് തോന്നുന്നു പീഡി വണ്ടികൾ. ഞാൻ ചുമ്മാ പറഞ്ഞ മാർക്ക് ചെയ്തോ, മെറ്റൊന്നും അല്ലേട്ടോ. എവിടെ പോയത് നേരെ റൈറ്റ് പോയത്. ഇതോ കാണുന്നത് ഇവിടെ നേരെ സ്ട്രേറ്റ്. ഇവിടെ എങ്ങോട്ടാ പോകുന്നത്? ശരിയാ, നീ കേട്ടത് ശരിയാ. നേരെ പോയി റൈറ്റ് പോയത്. ലെഫ്റ്റ് പോയി. തിരിച്ച് ബ്രിഡ്ജിലോട്ട് വരുന്ന മോള് കളിക്കുന്ന ഇനി കണ്ടാ മോനെ കളി എന്താ? ഏതാ മള്ളി പബടേ കുറച്ച് ഫ്രണ്ടിലോട്ട് പോവാം. കുറച്ച് അഡ്വാൻസ് ഫ്രണ്ടിൽ പോയി നമുക്ക് ഇറങ്ങിയാലോ? കുറച്ചധികം ഫ്രണ്ടിൽ പോകുമ്പോൾ ഇവിടെ ഇരിക്കില്ല, നമ്മുടെ ടീമാണ്. ഫ്രണ്ടിൽ പോകുമ്പോൾ ഇവിടെ ടയറൊക്കെ പൊട്ടി. വണ്ടിയിലെത്തുണ്ട്.
അവനൊന്ന് ബ്ലോക്ക് ആക്കി നിർത്തിക്കേ. ഇതൊക്കെ ആരും മഴ പോലെ കൊഴിയോട് അവൻ എത്തിപ്പോയാ ബാബു വണ്ടി എടുത്ത് ഒത്തിരി ഓടിപ്പോലെ ബാബു. പോലെയാടി അപ്പി കേറ് കേറ് കേറ്. ട്രക്കില്ലേ, നമുക്ക് അവനെ എടുക്കാം. തരാം. ട്രക്ക് എങ്ങോട്ടാ പോയ? ട്രക്ക് എങ്ങോട്ടാ പോയി? മാർക്കട്ടെ. വീടും ചെയ്തോണ്ട് ഇരിക്കുക. അതാ അവന്മാർ അത് ചെയ്യുള്ളൂ. അവന്മാരെ ഇടിക്കൂടാ. അവന്മാരെ ഇടിച്ചേ പറ്റുള്ളൂ. മുള്ളി നല്ല ഫ്രണ്ട് പോ, മുള്ളി നല്ല ഫ്രണ്ട് പോ. ഒന്നും കൂടെ ഇറങ്ങാം, ഒന്നുകൂടെ നിങ്ങൾ എടുത്തേക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോ. കണ്ടോ കണ്ടോ കണ്ടോ, കുറച്ച് ഫ്രണ്ടിൽ പോയി നിർത്തിയാവോ? ഇവിടെ വെയിറ്റ് ചെയ്യ്. എടാ വണ്ടി പോകൂലേ, ട്രക്ക് പോകൂലേ? എടാ ഇവൻ അവര് ഇവിടെ ഇല്ലേ? എടാ നേരെ വന്ന് വീഡിയോ ചെയ്തോടാ കഴിവറ. ബാബു കേറ്, ബാബു കേറ്, ബാബു കേറ്. എടാ ബാബു നമ്മളെ കേറ്. ഫ്രണ്ടിലൊരു പീടി ഉണ്ട്, ഫ്രണ്ടിലൊരു പീടി ഉണ്ട്. ഫ്രണ്ടിലൊരു പീടി ഉണ്ട്. ഇവനെ പിടിച്ചാ ഞാൻ സൈഡിലുണ്ട്. അയ്യോ നിങ്ങൾ എന്ത് പോണാലും ട്രക്ക് പത്ത് ചെയ്യണ്ട. ബാക്ക് പോയിക്കൊണ്ടിരിക്കണേ. ഇങ്ങനെയൊന്ന് പിടിച്ചെടുത്തോ. പറ്റുന്നില്ല ചന്ദ്ര. വീണ നൈസ് നൈസ്. ട്രക്ക് എവിടെടാ? ഒന്ന് മാർക്കട്ടെ. നിങ്ങൾ എവിടെ വന്ന് മാർക്കട്ടെ? നമ്മുടെ ജുഗുറിന്റെ വീട് ചെയ്ത് വന്നടാ. ഇതിനകത്തൂടി വണ്ടിയും പറയൊന്നും കേറൂല. ഇത് കണ്ടോടാ? ഇത് പീടി കഴിഞ്ഞോ? ഫ്യൂല് തീർന്ന നമ്മുടെ എടാ ഇത് എന്താടാ അളിയ എന്റെ മണ്ടയില് വണ്ടി കൊണ്ടിടിച്ച്. എടാ കാണുന്നില്ലടാ അളിയ ഞാൻ ഇവിടെ നിക്കുന്നേ. ടയറിലാണ മന്ദാരം ചത്ത്. കൂടെ കളിക്കണം. കളിക്കുന്നത് എവിടാ പിങ്ങി? ഞാൻ ഗാഡിയാ മുള്ളി പെട്ടിട്ടില്ല. എന്റെ ഫ്രിഡ്ജ് ചത്തു. ഇവിടെ നിന്ന് അടിക്കും, പുറത്ത് കേറ് കേറ് കേറ്. വെരി ഗുഡ് ഗാഡ്. ടയറങ്ങനല്ല പൊട്ടിക്കടാ ഇറങ്ങിയത്. മുള്ളി എന്റെ ഡൗട്ട് അതല്ല, ഞാൻ മാർക്ക് ചെയ്തെടുത്ത് എങ്ങനെ പീടി വന്നു? ടയർ പൊട്ടൂല. ഇതിലൊരു വണ്ടി നിർത്തി എന്നെ വെക്കാൻ പറ്റുമോ? രണ്ടിന്റെ ടയർ പൊട്ടുന്നില്ല. അവന്മാർ ഇറങ്ങൂല. അല്ല മറ്റേതിന് പൊട്ടുന്നുണ്ട്. മറ്റേതിന് പൊട്ടും. തിരി ഞാൻ യൂട്ടൺ എടുത്ത്. ഇല്ല നേരെ തന്നെ പോണേ. താഴെ പോയി താഴെ പോയില്ല. അത് പിയല്ല തിരിച്ചു. ഇല്ല നേരെ തന്നെ പോവാ. ഇടുന്നുണ്ട് പുറകെ. പെട്രോളും ചേടാ. വണ്ടിയാടാ ഈ വണ്ടി. പുറകിൽ പോകുന്നോ പോകുന്നു. എന്നെ വണ്ടിയില് പെട്രോളും ചേടാ. ഒരാള് പിക്ക് ചെയ്യാൻ വരാൻ വണ്ടി ഇങ്ങോട്ട് തിരിച്ചു. എടാ ഒന്ന് റേഡിയോ ഒന്ന് സൈലന്റ് ആവൂടാ. ഏതാ ഡ്രൈവിംഗ് പള്ളി? നമുക്ക് എവിടെ കയറി നിൽക്കാവും എഴുതി കൊന്നിട്ട് പോട്ടില്ല. ആരെങ്കിലും വണ്ടിയില് ക്യാരടിക്കാൻ നോക്കിയോ? അപ്പൊ ആരും പള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ആർക്കറിയാം? എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ എന്ത് കൺസൈൻമെന്റ് ആണ്. ഏഷ്യം വരും. ഇതിപ്പോ നമ്മള് പോലീസ് അവൻ കള്ളനുമായി. വണ്ടി എടുത്ത് കൊണ്ടുപോകണം എന്നെ.
അൺലിമിറ്റഡ് പോലെ അവര് അവനെ ഞാൻ എയറിലാക്കിയിട്ടുണ്ട്. എടാ മണ്ട നീ അവനെ രക്ഷിക്കുകയും ചെയ്തത്. ഇനി നമ്മളെങ്ങനെ അവനെ കണ്ടുപിടിക്കും? അവൻ വേറെ ഏതോ വഴിക്ക് പോയിട്ടോ അവിടുന്ന്. ഇടിച്ച വഴിക്ക് അവൻ വേറെ വഴിക്ക് പോയിട്ടോ. ഓരോ പോണ മള്ളി എവിടെ നമ്മുടെ ആള് പോകുന്നതോ? കാണുന്നില്ലടാ, അവൻ ഏറിപ്പോയതാ. നമ്മുടെ ഇത് നമ്മുടെ എയറിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ കണ്ടില്ല. ഇപ്പൊ പോലീസ് വണ്ടിയിലുള്ള നമ്മുടെ ആൾക്കാരാണോ? അല്ല നമുക്ക് ഇനി 45 ഇത് നമ്മുടെ ആരും മള്ളി. ഞാൻ ഒരു ഐഡിയ ഇവിടുത്തെ ഒരു കുണ്ണയും പൊട്ടും ഇല്ല, ഒന്നുമില്ല, എല്ലാം ഫിക്സ്ഡ് ആണ് മള്ളി, ഭയങ്കര ഫിക്സ്ഡ് ആണ്. കഴിഞ്ഞോ ഇന്ന് 3 പിക്ക് ഉണ്ട് വരാൻ മള്ളി. അവങ്ങനെ എന്റെ വായി തന്നെ വന്ന് കേറി. ചന്ദ്രന്റെ ഇവിടെ ഇറങ്ങി നിന്നാ മതിയായിരുന്നു, ഒരു പിക്കെങ്കിലും കിട്ടിയാന്. 3.25 മണിക്കൂർ വണ്ടി ഓടിച്ച് ട്രക്ക് സിമുലേറ്റർ, കാർ റേസിംഗ് എന്തൊക്കെ കളിച്ച പള്ളി. ലാസ്റ്റ് ആയിട്ട് കളിച്ചത് മറ്റേതല്ലേ മള്ളി? മറ്റേ ബാല് കൊണ്ട് വണ്ടി കൊണ്ട് ബാലിലിരിക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, റോക്കറ്റ് ലീഗ്.